എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ എന്താണ് മഴയുടെ കാലാവസ്ഥ എന്നറിയാം. അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മഴ കാരണം ലൈവിനെത്താൻ പറ്റാത്ത സാഹചര്യമാണോ? ലൈവിൽ കാണുന്നില്ല അമലിനെ, എന്താ പ്രശ്നം? വിൻഷ, മഴ ഇപ്പോൾ നിലവിൽ എറണാകുളത്ത് അത്ര കടുത്ത മഴയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് അർദ്ധരാത്രിയിലടക്കം തുടർച്ചയായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ. എങ്കിലും നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാത്രികളിലും തുടർച്ചയായ മഴ തന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ പല ഭാഗങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളും നിലവിൽ ഉണ്ട്. അതായത് മലയോര മേഖലകളിലേക്കൊക്കെയുള്ള രാത്രി യാത്രകളടക്കം നിലവിൽ അവയ്ക്കൊക്കെ വലിയ നിയന്ത്രണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഉരുൾപൊട്ടൽ പോലുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ നിയന്ത്രണങ്ങൾ നിലവിൽ കടുപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മഴ തുടർച്ചയായതോടുകൂടി എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ വെള്ളക്കെട്ടുകൾ അടക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളം നിലവിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. എങ്കിലും ഇത്തരത്തിൽ പല ഇടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതോടുകൂടി അപകട സാധ്യത വർദ്ധിക്കുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ മുൻകരുതലുകൾ കൂടി നിലവിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വെള്ളക്കെട്ടുകളിൽ കുട്ടികളടക്കം ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന രീതിയിൽ ജില്ലാ ഭരണകൂടം നിലവിൽ മുൻകരുതലുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ, അതായത് ഇന്ന് രാവിലെ മഴ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ, തുടർച്ചയായ മഴ തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നും ഏകദേശം ഒരു ഉച്ചയോടുകൂടി മഴ കടക്കുവാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ജില്ലയിലുള്ളത്. വിനിഷ. ശരി, ഓക്കെ. അമൽനാഥ് പാടിച്ചാലാണ് എറണാകുളത്ത് നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.